വലിയൊരു മാറ്റത്തിന് കാരണമാകും. അപ്പൊ നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ ബൃഹത് പദ്ധതിയായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ഭയങ്കര തരംഗമായി മാറിയിരിക്കുകയാണ്. ആ തരംഗത്തിന് പുതിയ ഒരു തിരിച്ചറിവ്. ഇപ്പോഴത്തെ യുവതലമുറ നമുക്കറിയാം, അറിവുകളുടെ നിറകുടമാണ്. ആവശ്യത്തിൽ കൂടുതൽ അറിവുകൾക്കുണ്ട്, അത്ര അറിവ് നമുക്കില്ല. പക്ഷെ ഒരു തിരിച്ചറിവ് വേണം. ഡ്രഗ്സ് അല്ല അഡിക്ഷൻ, ഇവിടെ അഡിക്ഷൻ ആവേണ്ടത് സംഗീതമാണ് എന്ന ബൃഹത് പദ്ധതിക്ക് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സദസ്സാണിത്. സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സംഗീത ലോകത്തെ മഹാപ്രതിഭകൾ, മ്യൂസീഷ്യൻസ് അടക്കമുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് അധികാരികളും അവരുടെ കുടുംബാംഗങ്ങളും, അതുപോലെ തന്നെ സ്പോൺസേഴ്സ് ഉണ്ട്. മീഡിയ എന്ന് പറയുമ്പോൾ ശ്രീകണ്ഠ സാറ് ഈ ഒരു കാര്യമായതുകൊണ്ടാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, വളരെ കരുതിക്കൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടും, ഫ്ലവേഴ്സ് ടിവിയുടെ സപ്പോർട്ട് നമുക്കറിയാം. ഓപ്പറേഷൻ തുഫാൻ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അഭിമാനമായ സംസ്ഥാന സർക്കാർ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ, അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറും, നമ്മുടെ ബഹുമാനപ്പെട്ട DGP രവാഡ ആസാദ് ചന്ദ്രശേഖർ IPS അവരുടെ ഒരു വലിയ ടീം വർക്ക്, ഇത് ഏറ്റവും അധികം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്നിധ്യം കൊണ്ട് സാറിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ADGP P. വിജയൻ IPS അദ്ദേഹത്തിന്റെയും വലിയ ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോ ഇത്തരമൊരു സദസ്, ചിത്രഗീതം എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കൊച്ചിൻ കലാക്ഷേത്രയും കാലിപ്സോയും ചേർന്നാണ് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ വിജയൻ സാറ് ഇന്ന് സംഘാടകരോട് പ്രത്യേകം ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ന് ഒരു ഓർമ്മ ദിവസമാണ്. പ്രകൃതിയുടെ ഒരു വലിയ ദുരന്തം വയനാട് സംഭവിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുന്ന ഒരു ദിവസമായതുകൊണ്ട് ചെറിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി 1 മിനിറ്റ് നമുക്ക് ചടങ്ങിലേക്ക് 2 പ്രധാനപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് വിചേട്ടാം ഏറെ സ്നേഹത്തോടെ ഭാവഗാനങ്ങൾ കൊണ്ട് ഇന്നും നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിജു നാരായണൻ ബിചേട്ടനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രിയപ്പെട്ട ഗായിക ചിത്ര അരുണിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഫ്സലിക്ക ഏറെ സ്നേഹത്തോടെ സ്വാഗതം. Her with the traditional ponada and present. നമസ്കാരം. കേരള പോലീസിന്റെ ഏറ്റവും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ കുട്ടികൾക്ക് മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം, അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ ദിവസവും നമ്മൾ TV-യിലൊക്കെ ന്യൂസ് കാണുമ്പോഴൊക്കെ ഏറ്റവും മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമാകാൻ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ആ ലഹരി വേണ്ട, സംഗീതത്തിന് ലഹരി മതി എന്നുള്ളതാണ് അവരുടെ ഒരു. തീർച്ചയായിട്ടും സംഗീതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ കാമാക്കിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ്. എനിക്ക് എൻ്റെ അമ്മയൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയാവുന്നതാണ്. അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഡോക്ടർ പറഞ്ഞതിനേക്കാളും നേരത്തെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരാനൊക്കെ സഹായിച്ചത് തീർച്ചയായിട്ടും സംഗീതം തന്നെയാണ്. ത്രൂഔട്ട് അമ്മ പാട്ട് കേട്ട് ആണ് കിടന്നിരുന്നത്. അപ്പൊ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയും, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ എന്നുള്ള പാട്ട് റിപ്പീറ്റഡ് മോഡിൽ കേട്ടോണ്ടിരിക്കുമായിരുന്നു.
അതൊരു വലിയൊരു മെഡിസിൻ പോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളും അതുപോലെ സംഗീതത്തിലൂടെ അവർക്ക് ഏറ്റവും പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത തലമുറ ആരോഗ്യമുള്ള തലമുറയായിട്ട് വളരട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ നയിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ കെൽപ്പും ഉണ്ടാവേണ്ട കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് നശിച്ചു പോകാൻ പാടില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഇനീഷ്യേറ്റീവിന് എൻ്റെ എല്ലാ സപ്പോർട്ടും. താങ്ക് യു. തീർച്ചയായിട്ടും ഇത്തരം ഒരു സമയത്ത് ചിത്രഗീതം എന്ന പരിപാടിയാണ് ഒഫീഷ്യലി നമ്മൾ സർക്കാർ ലോഞ്ചിങ് ആയത്. അപ്പോൾ ഇത്തരം ഒരു സംഗീത പരിപാടി തുടങ്ങുമ്പോൾ ചേച്ചി നമ്മള് സംഗീത எப்பவும் பாட்டு கேட்டுக்கொண்டிருக்கும். இப்போ அது மாறி இப்போ சோஷியல் மீடியாலாയി അതല്ലാതെ ഇപ്പം ഡ്രഗ് നോക്കിക്കൊണ്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള പോലീസുடைய തുഫാൻ പ്രോഗ്രാം എല്ലാവർക്കും അറിയും. സോ ഐ റിയലി ലൈക്ക് ദ തീം. താങ്ക് ദ ഓർഗനൈസേഴ്സ് ഫോർ ഓർഗനൈസിങ് എ വണ്ടർഫുൾ ഈവെന്റ് ആൻഡ് ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റീസ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതോടൊപ്പം തന്നെ ഏറെ അഭിമാനത്തോടെ നമുക്ക് തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും മീഡിയ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം സിനിമയിൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുണ്ട്, സീരിയലിൽ സൂപ്പർ സ്റ്റാർ ഉണ്ട്, പക്ഷെ ചാനലിൽ ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ. അത് നമ്മുടെ ശ്രീകണ്ഠൻ സാറാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. സാർ പ്ലീസ് വെൽക്കം. Ladies and gentlemen, with great pleasure, let me welcome Srikandan Nair sir to address the audience. പ്രിയപ്പെട്ട ചിത്രാജി, അദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ രാവിലെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എൻ്റെ ചില ധർമ്മസങ്കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കും. പി വിജയൻ IPS എന്ന് പറയുന്ന ആള് എനിക്ക് വളരെ അടുത്തൊരു സ്നേഹിതനാണ്, പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ അപ്പുറം. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു വേണ്ടാത്തൊരു വാർത്ത വരുന്നു, ഞാൻ തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചുള്ളൂ, കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും വാർത്തകൾ ഡൈല്യൂട്ട് ചെയ്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ അവർക്ക് നോവാതെ ഈ വാർത്ത എങ്ങനെ ജനങ്ങളെ അറിയിക്കാം എന്ന രീതിയിൽ ഞാൻ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ എന്ന് പറഞ്ഞ് ഈ അടുത്തിടെ വന്ന വാർത്തയൊന്നും നിങ്ങൾ ഞാൻ ഡൈലൂട്ട് ചെയ്താണെന്ന് വിശ്വസിച്ച് കളയരുത്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്ന പോലെ കേരളത്തിലുടനീളം 14 ജില്ലകളിൽ ഞാനൊരു 31 ദിവസം ഒരു യാത്ര നടത്തി രാസലഹരി വ്യാപനത്തിനെതിരെ. ഞാൻ യാത്ര തുടങ്ങുന്നത് ശരിക്കും ഞാൻ ഈ മാധ്യമരംഗത്ത് ഒരു 40 കൊല്ലം പൂർത്തിയാക്കിയ വേളയിൽ ഇറങ്ങി നടന്ന ഒരു യാത്രയായിരുന്നു അത്. പക്ഷെ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ആരംഭിച്ച് 1-2 ജില്ലകൾ പത്തനംതിട്ടയൊക്കെ പിന്നിട്ടപ്പോൾ ഇത് സംഭവം കുഴപ്പമാണല്ലോ എന്ന് തോന്നി. എന്നാൽ വടക്കൻ കേരളത്തിലൊക്കെ എത്തുമ്പോഴേക്കും എത്ര അപകടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മുടെ ചെറുപ്പക്കാരികളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ അദ്ദേഹത്തിന് ഈ പരിപാടി ഒരു നിമിത്തമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില വേദികളിലൊക്കെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. എനിക്ക് നമുക്കൊരു ക്രെഡിറ്റ് എന്നതിനേക്കാളും നമ്മുടെ ആളുകൾ കുറച്ചുകൂടെ നേരെ നടക്കേണ്ട സമയത്ത് നമ്മുടെ ചെറിയ കുട്ടികളെ പോലും സ്വാധീനത്തിൽപ്പെടുത്തുന്ന ഈ മയക്കുമരുന്ന് ലോബി കേരളത്തിൽ വളരെ വളരെ സജീവമാണ്. നമുക്കൊരു പക്ഷേ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ശ്രീ പി വിജയൻ പറഞ്ഞതുപോലെ പിടിക്കും തോറും അവരുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യവും. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ പള്ളിക്കൂടങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകുന്ന സ്വഭാവമൊന്നും നമുക്ക് തീരെ ഇല്ലാത്തവരാണ് നമ്മൾ. അവർ ജയിച്ച തോറ്റെന്ന് അറിയാനും കാണാൻ പോയെങ്കിലായി എന്ന് മാത്രമുള്ളവരാണ് നമ്മൾ. അപ്പൊ അതേസമയം നമ്മുടെ കുട്ടികളെ വളരെ കൂടുതൽ നോക്കി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു. ഒരുപാട് ഇടങ്ങളിലെ ഇത്തരം രാസലഹരിയുടെ വ്യാപനവും കേരളത്തിൽ മയക്കുമരുന്ന് ലോബികൾ സജീവമാകുന്നതുമൊക്കെ ഞാൻ ചില വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ വളരെ ശക്തമായി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, എഴുതിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്രയും മതിയോ കേരള പോലീസിൽ നിന്ന് എന്ന് ഞാൻ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നത് കേരള പോലീസ് എടുത്തിരിക്കുന്ന ഈ ചുവടുവയ്പ് ഒരുപക്ഷെ അവരൊക്കെ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തോടെ ഈ നാട്ടിൽ ഉറങ്ങാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഉറക്കം പോകുന്ന പരിപാടിയാണ് ഈ കേരളത്തിൽ. അപ്പൊ ഇത് നിങ്ങൾക്കറിയുന്നത് പോലെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലാപരിപാടിയാണ് MDMA ഒക്കെ സ്വന്തമാക്കുക. അപ്പോൾ വടകരയിൽ 3 അധ്യാപികമാരാണ് ഈ രംഗത്തിറങ്ങിയത്. അപ്പോൾ എന്നോട് ഇന്ന് പറയുകയായിരുന്നു, ഞങ്ങൾ ഇന്ന് രാവിലെ ചാനലിൽ ഈ 3 അധ്യാപികമാരെ കാണിച്ച് അവരൊന്നിച്ച് നിൽക്കുന്ന നല്ല മനോഹരമായൊരു ചിത്രം കാണിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഒരു സാധനം ഈ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്നുണ്ട്. ആ ചെവിയിൽ അവിടെ ഇതിന് പയ്യൻസ് പറയാ ഇവർ നമുക്കായിട്ട് എടുത്തു വെച്ചിരുന്ന ചിത്രമാണെന്ന് തോന്നുന്നു. കാര്യം ഇവര്
നല്ല വളരെ ജോവിയലായിട്ട് അവരൊരു ചിത്രം എടുത്ത് വെച്ചിരുന്നു പോലീസുകാർക്ക് പണിയുണ്ടാക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, പണ്ടൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര ആദരവോടെ ആളുകൾ കാണുന്നൊരു സംഭവമായിരുന്നു. അതേസമയം ഇന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഈ ഒരു മാധ്യമ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലഭിക്കുന്നതിന്റെ 20% പോലും നമ്മൾ പുറത്തേക്ക് വിക്ഷേപിക്കുന്നില്ല. ആളിന് ബോധം കെട്ട് വീഴും. അടുത്ത ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാം. അതായത് ഇവിടുത്തെ ഒരു വലിയ ആശുപത്രിയിലെ ഒരു രോഗിയെ മരിച്ചു കൊണ്ടു ചെന്നു. ബ്രോഡ് ഡെത്ത് എന്ന് പറയുന്ന മെഡിക്കൽ ടേം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. മരിച്ചുപോയി ഇയാള്. അപ്പോൾ ഇയാൾ മരിച്ചാണെങ്കിലും ഈ ആശുപത്രി കയറ്റി പരിശോധിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ ആശുപത്രിയുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ 8 ദിവസം ഈ ഡെഡ് ബോഡി വെന്റിലേറ്ററിൽ ഇട്ട് അവർ ചികിത്സിച്ചു. കാര്യം മാന്ത്രിക വടി ചുഴറ്റി ഈ മനുഷ്യന് ജീവൻ കൊടുക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു ചത്തുപോകുന്ന രീതിയിൽ ഒരു ബില്ല് അടിച്ച് കൈ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ഒരു ഡോക്ടർ രാജിവെച്ചു പോയെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് മനുഷ്യ മനസാക്ഷി നടുങ്ങിപ്പോകുന്ന, മരവിച്ചു പോകുന്ന ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. ഒരുപാട് ക്രൈംസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. നമ്മൾ ഈ പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ ഈ ഓട്ടപ്പാച്ചിനിടയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. അത് പോലീസ് സേനയ്ക്ക് മാത്രമല്ല. ഈ പോലീസ് സേന മാത്രം വിചാരിച്ചാൽ കേരളത്തെ നേരെയാക്കും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്കൊരു ഇടപെടലുണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ അത് പ്രയാസമാണ്. ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ SKN40 ശേഷം SKN41 എന്ന് പറഞ്ഞൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവുക. അത് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇവിടെയാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ കേരളത്തെ ഒന്ന് ക്ലീൻ ആക്കി ഒരു പച്ചപ്പുള്ള സംസ്ഥാനമായി വിദേശ നാടുകളിലൊക്കെ പോയി മടങ്ങി വരുന്ന ഒരു പ്രവാസി കാണുമ്പോൾ ഇതെന്റെ നാടാണോ? കാര്യം നമ്മൾ തുപ്പി നശിപ്പിച്ച് നാശമാക്കിയിടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാതെ അടുത്തൊരു 3 മുതൽ 5 കൊല്ലം വരെ നമ്മൾ അക്ഷീണം എത്തിച്ചാൽ ഈ കേരളത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും എന്നൊരു ഉദ്യമത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവുക. ഞാനും എന്റെ സംഘവും. സർക്കാരിന്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനിത് ഔദ്യോഗികമായിട്ട് ആദ്യം ഇവിടെ പറയുക. കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 നേരം കുളിക്കുന്നവരാണ്, വളരെ വൃത്തിയൊക്കെ പരിപാലിക്കുന്നവരാണ്. ആ ആളുകൾ തന്നെയാണ് ഈ റോഡിലൊക്കെ ഇങ്ങനെയുള്ള കലാപരിപാടികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് സംശയം തോന്നുകൊണ്ടാണ് ഈ നാടിനെ ഒന്ന് നേരെയാക്കി കളയാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ്. കാര്യം എനിക്ക് ഇതിന് ഒരു കരുത്തും ആത്മവിശ്വാസവും തന്നത് എൻ്റെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള യാത്രയായിരുന്നു. അതിന് കേരളത്തിൽ ഒരു നല്ല അവബോധം ഉണ്ടാക്കാനും അമ്മമാർ എങ്ങനെ പെൺകുട്ടികളെ സൂക്ഷിക്കണമെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് ആ യാത്രയിലൂടെ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ എന്തായാലും ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ അപ്പൊ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള നമ്മുടെ മഹാഗായിക ചിത്രാജിയുടെ വരുമ്പോൾ ഞാൻ നമ്മുടെ കമ്മീഷനോട് പറയുകയായിരുന്നു, ചിത്രാജി എപ്പോഴും ഇങ്ങനെ ചിരിച്ചു വളരെ വിനയത്തോടെ മാത്രമേ നടക്കൂ. ഈ വളരെ നമ്മുടെ ഈ നെല്ലിൻ കതിർക്കുലയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് എത്ര ഫലം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ കുനിയാൻ തുടങ്ങും. ആ ഒരു ക്വാളിറ്റി ചിത്രയ്ക്കുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം ഒരുപാട് ഉയരങ്ങളിൽ ചിത്രാജി എത്തിക്കഴിഞ്ഞു. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ചിത്രേച്ചിയായിട്ടോ ചിത്രാമ്മയായിട്ടോ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ഞാനിപ്പോ എത്രയോ വർഷമായിട്ട് നിങ്ങൾക്കറിയുന്ന പോലെ ആകാശവാണിയിലൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്തു. അവിടെയൊക്കെ പാടാൻ വരുന്ന ഒരു ചെറിയ പെൺകുട്ടിയായി കണ്ടു തുടങ്ങിയ ചിത്രാജി ഇപ്പം ഇന്ത്യക്കൊപ്പം വളർന്നു കഴിഞ്ഞു. അപ്പോൾ ചിത്രാജി, താങ്കളുടെ പ്രസൻസ് വളരെ സന്തോഷപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോലീസ് സേന, നിങ്ങൾ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഈ വിജയൻ സാറ് പറഞ്ഞല്ലേ നിങ്ങളൊന്ന് പോയാലും കുഴപ്പമില്ല കേട്ടോ, പാട്ടല്ലേ. അപ്പോ നിങ്ങൾ നന്നായിട്ട് പാടുക. നിങ്ങൾ കാര്യം പോലീസ് ട്രൂപ്പിന്റെ ഗാനമേളയൊക്കെ കേട്ട് വളർന്നൊരു കൗമാരം നമുക്ക് ഉണ്ടായിരുന്നു. അത് വീണ്ടും തിരിച്ചു വരട്ടെ. എല്ലാ ആശംസകളും ഈ പരിപാടിക്ക്. താങ്ക് യു വിജയൻ ജി, താങ്ക് യു. My dear friends, great friend, ശ്രീകണ്ഠൻ നായർ, പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ എൻ്റെ സഹപ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതും ചിത്രാ മാമിനെ ആദരിക്കുന്ന ചടങ്ങിലും തൂഫാന്റെ പ്രചരണ വേദിയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. കാക്കിക്കുള്ളില് കലാകൃതയും ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. ഇത്രയും കലാകാരന്മാരുണ്ടായിരുന്നതും അതുകൊണ്ടാണോ പോലീസിൽ പണി കുറയുന്നതെന്ന് ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. ഞാൻ ഇവരൊക്കെ വൈകുന്നേരം പോകുന്നത് ഞാൻ കരുതി പെട്രോളിങ്ങിനാണെന്ന്, പക്ഷെ പാടാനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഇവരെയൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം, ഞാൻ ചിത്രാമ്മയുടെ ഒരു വലിയൊരു ആരാധകനാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾക്കൊക്കെ എപ്പോഴാണോ തോന്നുന്നത് തലകുത്തി മറിയാൻ, അപ്പോഴൊക്കെയാണ് ഞങ്ങളുടെ ടെൻഷൻ കൂടുന്നത്. അത് മിഡ് നൈറ്റിലൊക്കെ ആയിരിക്കും. അപ്പം സാധാരണ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കൊഴിഞ്ഞിരിക്കുന്നവരുടെ പേരാണ് പോലീസ് എന്ന് പറയുന്നത്. സാധാരണ നിലക്ക് കലണ്ടറിൽ
ചുവപ്പ് അക്ഷരമില്ലാത്തത് പോലീസുകാർക്ക് മാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ തുറന്നതിന് ശേഷം പൂട്ടിയതായിട്ട് കണ്ടിട്ടുണ്ടോ? അടച്ചിട്ടതായ ഏതെങ്കിലും ഒരു നിമിഷം കണ്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കലണ്ടറിലും ഞങ്ങൾക്ക് എന്തില്ല, അവധിയുടെ ദിവസങ്ങളില്ലാതെ. ചില പോലീസുകാർ എന്നോട് പറഞ്ഞത് ഈ കറുപ്പക്ഷരമെന്ന് കറുപ്പ് അക്കങ്ങളെന്ന് കലണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് അവധി ഇല്ലാത്ത ദിവസങ്ങളെന്നല്ല, ദുഃഖത്തിന്റെ ദിവസങ്ങളാണ് എന്നൊക്കെയാണ്. എന്തായിരുന്നാലും അങ്ങനെയുള്ള ഒരു സമയത്ത് വലിഞ്ഞു മുറുകിയിരിക്കുന്ന മനസ്സിനെ അല്പം ഒന്ന് തണുപ്പിക്കുന്നത് ചിത്രാമാൻ്റെ ഒക്കെ ഈ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ എടുത്തിട്ട് കേൾക്കുന്ന സമയത്താണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവനാടിയും ഒരുപക്ഷെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഞങ്ങളെ ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യുന്നതാണ് മാം. അപ്പൊ അങ്ങനെയുള്ള മാമിന്റെ മുമ്പിൽ വരാൻ പറ്റിയതിന്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സ്ട്രെസ് എപ്പം തരുന്ന ആളും അടുത്തിരിക്കുന്നുണ്ട്, നമ്മുടെ പ്രിയ സുഹൃത്ത്. അല്ലെങ്കിൽ നല്ലതും ചീത്തയും ഒക്കെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ഞങ്ങളുടെ കുത്സിതങ്ങളും ഞങ്ങളും മോശങ്ങളും ഒക്കെ ഓർപ്പിച്ച് ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന ആളും ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഇവിടെ പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷം. നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞത് എല്ലാ വൈസസിന്റെയും ഐ സേ ദാറ്റ് ദ മദർ ഓഫ് ഓൾ വൈസസ് ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 27 കൊല്ലത്തെ ജീവിതത്തിന്റെ അകത്ത് കണ്ടത് എല്ലാത്തിന്റെയും ഏതൊരാളും മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ അയാൾക്ക് മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട്. മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിൽ കിട്ടും. നിങ്ങൾക്കറിയോ, ഈ നമ്മുടെ മുംബൈ അറ്റാക്കിന്റെ അകത്ത് വന്ന 10 പേര് ഹൈലി ഡോസ്ഡ് ആയിരിക്കുന്ന ട്രക്ക് കുത്തിവെച്ചിട്ട് വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നു എന്ന് അവർക്കറിയില്ല. ആ ചെയ്യുന്നതിൻ്റെ അകത്ത് അതിൽ വേണമെങ്കിൽ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാതിരിക്കാം, കൊടും ക്രൂരത ചെയ്യുന്നതിനും യാതൊരു മടിയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കാണ് പലപ്പോഴും മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് ചെറിയ ചുവടുവെപ്പുകളായിരിക്കും നടത്തുന്നത്. ഗേറ്റ് വേ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ പലപ്പോഴും എന്താണ്, സിഗരറ്റ് പോലെയോ പാൻപരാഗ് പോലെയുള്ളത്. അതിൽ നിന്നും തുടങ്ങി പിന്നീട് ചെറുതായിട്ട് മറ്റു ലോകത്തേക്ക് കയറി പിന്നെ മയക്കുമരുന്നിന് അടിമപ്പെടുമ്പോൾ മയക്കുമരുന്ന് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തായിത്തീരും, അതിന്റെ കച്ചവടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായി. അങ്ങനെ ഒരു പെഡലറായി മാറി, ഒരു ചെറിയ യൂസറായി മാറിക്കുന്ന ആൾ പിന്നീട് എന്തായി പെഡലറിന്റെ ലോകത്തേക്ക് പോകും. മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സർവോന്മുഖമായിരിക്കുന്ന നാശത്തിലേക്കാണ് നയിക്കുക. കാരണം അയാളുടെ ആരോഗ്യം നശിക്കുന്നു, അയാളുടെ സാമൂഹികമായിരിക്കുന്ന ബന്ധങ്ങൾ നശിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ നശിക്കുന്നു, സാമ്പത്തികമായി നശിക്കുന്നു, ജീവിതം തന്നെ നശിക്കുന്നു, അതോടൊപ്പം ചുറ്റുവട്ടമുള്ള സമൂഹവും നശിക്കുന്നുണ്ട്. ഞാൻ കണ്ടിരിക്കുന്ന മിക്ക ക്രിമിനലുകളും ഏതെങ്കിലും ഒരു രീതിയിലുള്ള അഡിക്ഷനിലേക്ക് പോയിട്ടാണ് പോകുന്നത്. ആരും തന്നെ സ്വമേധയാ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ പലപ്പോഴും കണ്ടിരിക്കുന്നത് മയക്കുമരുന്നിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരാൾ ചെയ്യുന്നത് ഏത് രീതിയിലേക്കാണ് പോകുന്നത് അവർ പോലും അറിയുന്നത്. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മയക്കുമരുന്ന് ലോകത്തേക്ക് ഒരു കാരണവശാലും തൊട്ടു നോക്കുക പോലും അടുത്തു പോലും നോക്കുകയും ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും എത്തിപ്പോയിട്ട് കഴിയുന്നതും വേഗം സഹാനുഭൂതിയോടുകൂടി നമ്മളെല്ലാവരും അവരെ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കേരളത്തിൽ എന്നെ എല്ലാവരും പറയാറുണ്ട്, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ കേരള ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ ഹെഡായിരുന്നു. 2021 കേരളത്തില് ഡ്രഗ് പിടിച്ചിരുന്നത് ഏകദേശം 9000 കേസുകളായിരുന്നു ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 2000 കേസായിരുന്നു. ഇന്നത് 32,000 കേസുകളായിരുന്നു. ഇന്നലെ കാളിദാസ് മഹാരാജന്റെ ഫോട്ടോ വളരെ മനോഹരമായിട്ട് വന്നു. എന്ത് ചെയ്യുന്നതായിരുന്നു ഒരു ബണ്ടിൽ കണക്കിന് കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പിടിച്ചിരിക്കുന്നത്, MDMA പിടിച്ചിരിക്കുന്നത്, കത്തിക്കുന്നത്. കേരളത്തിൽ ഉടനീളം പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥലമില്ല, എല്ലാ മാസവും ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹെർക്കുലിയൻ പ്രൊസീജിയറാണത്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഭാഗത്ത് ഞങ്ങളെ കുറ്റം പറഞ്ഞേക്കാം, പോലീസുകാരും എക്സൈസുകാരും പിടിക്കാത്തത് കൊണ്ടാണ് ഞങ്ങള് കേസ് ഇവിടെ ഇത് കൂടുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 32,000 കേസുകൾ ഇപ്പോൾ തന്നെയുണ്ട്. ഇത്രയും ഡ്രഗ് കിട്ടുന്നുണ്ട്. ഒരു ഭാഗത്ത് പിടിക്കുന്നത്, ഇനിയും പിടിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഒഴിഞ്ഞു മാറത്തില്ല, ഇനിയും കൂടുതൽ പിടിക്കണമെന്നും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് നിരന്തരമായി പറയുന്നു. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഹ്യൂജ് ഡിമാൻഡ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഡിമാൻഡ്? നിങ്ങൾ ഇക്കണോമിക്സിന്റെ ബേസിക്സ് അറിയുന്നവർക്കറിയാം, വേർ ദർ ഇസ് എ ഡിമാൻഡ് ദർ വിൽ ബി സപ്ലൈ. പണം കൊതിയുള്ള ആളുകൾ അവിടെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ട് അവിടേക്ക് എത്തിപ്പെടും. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും ജീവിതത്തിൽ മറ്റൊരു ലഹരി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷ കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിൽ തുമ്പിയുടെ പിന്നാലെയും തുമ്പപ്പൂവിന്റെ പിന്നാലെയും നടന്നിരിക്കുന്ന കുട്ടികൾ ഈ MDMന്റെ പിന്നാലെയൊക്കെ നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിന്റെ ഹരം കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോയതാണോ? നമ്മുടെ കുടുംബത്തിന്റെ അകത്തും, നമ്മുടെ സ്കൂളിന്റെ അകത്തും, നമ്മുടെ പള്ളിക്കകത്തും, അമ്പലത്തിന്റെ അകത്തും, സമൂഹത്തിലൊക്കെ ജീവിതത്തോടുള്ള ഒരു ആവേശം ജനിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ നമ്മളൊരു മാതൃകയായിട്ട് അവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് അവരിൽ ഒരു ആവേശമോ അല്ലെങ്കിൽ ഒരു ഉത്തേജനമോ ഒരു ജീവിത ലഹരിയെ പഠിപ്പിക്കാൻ പറ്റുകയാണ്. ഞാൻ പറയുന്ന ഒരു കുട്ടിയും പരാജയമല്ല. പരാജയവും ഇവരുടെ രക്ഷിതാക്കളായിരിക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള സമൂഹവും കുടുംബങ്ങളും
അവരുടെ വിദ്യാലയങ്ങളും കൂട്ടമായി പരാജയപ്പെടുന്ന സമയത്താണ് കുട്ടികൾക്ക് മറ്റൊരു ലഹരിയോട് വേണ്ടിയിട്ടുള്ള മറ്റൊരു അഭയത്തോട് വേണ്ടിയിട്ടുള്ള പോകുന്നത്. അവർ നിരാശരാണ്, അവർ സഹാനുഭൂതി അനുഭവിക്കുന്നതാണ്. സ്നേഹം കിട്ടാത്ത പോകുമ്പോഴായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ചുറ്റും ഒരു കവചം സൃഷ്ടിക്കണമെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് അവർ ചിൽഡ്രൻ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ, ഒരു ചിന്ത നമ്മൾക്കുണ്ടായിരിക്കണം. കുട്ടികളെ ഭക്ഷണം കൊടുക്കുകയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്ത് എൻ്റെ അച്ഛനമ്മമ്മക്കാരൊക്കെ ഇന്നത്തെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ അവരിൽ ഒരു ജീവിത ബോധം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. സിലബസ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ തത്ര ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വരുന്നു, തടകടാന്ന് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുള്ളൂ. എവിടെയൊക്കെ നമ്മളിൽ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ സമൂഹത്തിൽ അവർക്ക് പറ്റാതെ പോകുന്നത്? അങ്ങനെ ഒരു പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് ഞാൻ കാണാറുണ്ട്, അമ്പലങ്ങളും പള്ളികളുടെയും തിരക്ക് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ഭക്തനെ പോലും കാണാൻ പ്രയാസമാണ് തോന്നാറ്. അങ്ങനെയൊക്കെ നമ്മൾ ഭക്തിയും സ്നേഹവും വാത്സല്യവും ഒക്കെ കടവഴിഞ്ഞ് പോയതുകൊണ്ടായിരിക്കണം ഇത്രയും ഡിമാൻഡ് കൊച്ചു കുഞ്ഞുങ്ങളിൽ വരുന്നതെന്ന് തോന്നുന്നു. സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പോലീസ് ഫോഴ്സ് കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ പറയുന്ന ഡ്രഗ് എൻഫോഴ്സ്മെന്റ്. അതുകൊണ്ടാണ് ഈ തൂഫാൻ എന്ന പ്രോഗ്രാം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പോലീസ് ഓർ എക്സൈസ് പ്രോഗ്രാം, ഇറ്റ് ഇസ് എ ഹോളിസ്റ്റിക് പ്രോഗ്രാം. The entire society, all of the government, all of the society together working against a great menace that is called the drug. അതാണ് ഉള്ളത്. അത് ഒരാളുടെ പ്രോഗ്രാമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമായി കാണാതെ എല്ലാവരുടെയും പ്രോഗ്രാമായിട്ട് തനിക്ക് പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വ്യക്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നടത്തുന്നു. എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ചെയ്യാം. താങ്ക് യു സർ.